PSCയുടെയും 7 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകളിൽ നിന്ന് വ്യക്തിഗത വിവരങ്ങൾ ചോർന്നു. കേരള പോലീസിന്റെ സൈബർ ഡോം നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ. PSCയിൽ നിന്ന് മാത്രം 65 ലക്ഷം ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങളാണ് ചോർന്നത്. ചോർത്തിയ വിവരങ്ങൾ ഹാക്കർമാർ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചെന്നും കണ്ടെത്തി. വ്യക്തിഗത വിവരങ്ങൾ റീസെറ്റ് ചെയ്യണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ഹരിമോഹൻ വിവരങ്ങൾ നൽകും. ഹരി, അതീവ ഗുരുതരമായ ഗൗരവതരത്തിലുള്ള ഒരു സാഹചര്യമാണ്. ഇതെന്ന് ഹാക്ക് ചെയ്യപ്പെട്ടു, എന്ന് വിവരങ്ങൾ ചോർന്നു എന്നതിലൊരു വ്യക്തതയുണ്ടോ? എന്തെങ്കിലും സൂചനകൾ കിട്ടിയിട്ടാണോ ഈ സൈബർ ഡോം ഈ ഒരു പരിശോധന നടത്തിയത്? എന്താണ് ഈ സാഹചര്യം? സൈഫുദ്ദീൻ, വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷയെ പോലും വലിയ രീതിയിൽ ബാധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ചോർന്നിട്ടുള്ളത്. കാരണം വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അതും ലക്ഷക്കണക്കിന് ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ വിൽപ്പനയ്ക്ക് ഡാർക്ക് വെബിൽ വെച്ചു എന്ന് പറയുമ്പോൾ തന്നെ അത് ആഭ്യന്തര സുരക്ഷയെ വലിയ രീതിയിൽ ബാധിക്കും. ആൾമാറാട്ടം, സാമ്പത്തിക തട്ടിപ്പ് അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ നടത്താൻ വേണ്ടി ഇത്തരത്തിലുള്ള വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അതിനെ വളരെ ജാഗ്രതയോട് കൂടിയിട്ടാണ് കാണുന്നത്. ഇത് നഷ്ടപ്പെട്ട ഈ വ്യക്തിഗത വിവരങ്ങൾ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ചോർന്നു എന്ന് പറയുന്ന സൈറ്റുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊന്ന് കേരളത്തിൽ നിന്നുള്ള ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് PSCയുടേതാണ്. മറ്റ് 7 കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റുകൾ കൂടി ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് അതിലൊന്ന് നാഷണൽ പോലീസ് അക്കാദമിയുടെ വെബ്സൈറ്റ് ആണ്, മറ്റൊന്ന് BSNLന്റെ വെബ്സൈറ്റ് ആണ്. കഴിഞ്ഞ 2 മാസമായി പോലീസിന്റെ സൈബർ ഡോം ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തി വരികയാണ്. ആ പരിശോധനയിലാണ് വിവരങ്ങൾ ചോർന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം തന്നെ ഈ സ്ഥാപനങ്ങളെ വിവരം അറിയിച്ചു. PSCയിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് PSC ഈ മൊബൈൽ OTP നിർബന്ധമാക്കി പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോക്താക്കളെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. മറ്റൊന്ന് BSNLനെ അറിയിച്ചിട്ടുണ്ട് വിവരം. നാഷണൽ പോലീസ് അക്കാദമിയെ മറ്റ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളെയും ഒക്കെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. BSNLനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ഉപഭോക്താക്കളാണ്. ആ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നതിനെ വളരെ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമായി തന്നെയാണ് കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഇപ്പോൾ എന്തായാലും റീസെറ്റ് ചെയ്ത് ഈ വിവരങ്ങളെല്ലാം തന്നെ റീസെറ്റ് ചെയ്ത് ഡിഫോൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലേക്ക് BSNL എത്തിയിരിക്കുന്നത്. എന്തായാലും PSCയിൽ നിന്ന് മാത്രം 65 ലക്ഷത്തോളം പേരുടെ വിവരങ്ങൾ ചോർന്നു എന്നുള്ള വിവരമാണ് സൈബർ ഡോമിൽ നിന്ന് ലഭിക്കുന്നത്. ഇത് ഇപ്പോൾ നിലവിൽ ഈ റീസെറ്റ് ചെയ്യാനുള്ളതും ഒപ്പം തന്നെ മൊബൈൽ OTP നിർബന്ധമാക്കിയതും അടക്കമുള്ള നടപടികളിലേക്ക് കടന്നതോടുകൂടി തൽക്കാലം ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായി എന്നുള്ളതാണ് നിലവിൽ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതാണ് ഈ ഹാക്കിംഗ് സംഘം, എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്നൊക്കെയുള്ള കാര്യത്തിൽ ഈ സമയവും ഏതെങ്കിലും തരത്തിലുള്ള പരിശോധനകളോ അന്വേഷണങ്ങളോ നടക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, സാധാരണഗതിയിൽ ഈ ഇടയ്ക്കിടെ ഇത്തരത്തിൽ വെബ്സൈറ്റുകൾ, അതായത് ഈ സർക്കാർ സ്ഥാപനങ്ങളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ഒക്കെ വെബ്സൈറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സൈബർ ഡോം ഇത്തരത്തിൽ സാധാരണ രീതിയിലുള്ള ഒരു പരിശോധന നടത്താറുണ്ട്. ആ നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ സ്ഥാപനങ്ങളുടെ ഈ 7-8 സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ ചോർന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ള രീതിയിലാണ്. ഈ ഡാർക്ക് വെബിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാവുന്നതാണ്. എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളാണ്. അതുകൊണ്ട് തന്നെ